ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. എന്താ അറിയാമോ? ബിഗ് ബോസ് ആണോ? ബിഗ് ബോസ്. ഈ വരുന്ന ബിഗ് ബോസില് എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഷോ കോഴ്സ് ഞാൻ എന്തായാലും പോവും. ഞാനൊരു ബുക്ക് ഇറക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്റെ കഥ എന്നുള്ളൊരു ബുക്ക്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു പണിപ്പുരയിലാണ്. എന്റെ ഒരു ആത്മകഥ. LGBTQ ഈ സംഘടനാപരമായിട്ട് ഇങ്ങനെ പല ഇതൊക്കെ ഉണ്ടെങ്കിലും പലർക്കും ജാസിനോടൊരു എതിർപ്പ് പോലെ കമന്റിലും ഇതിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്റെ വളർച്ച കൊണ്ടായിരിക്കാം, അവർക്കൊന്നും കിട്ടാത്ത എന്തോ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു സ്പേസ് എനിക്ക് കിട്ടിയതുകൊണ്ടായിരിക്കാം. പക്ഷെ കമ്മ്യൂണിറ്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്സ് വർക്കേഴ്സ് ആണ് എന്നുള്ളൊരു ലേബിൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ ചിന്താഗതി മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്, നന്നായിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും എഡ്യൂക്കേഷനും അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷനും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അഫ്കോഴ്സ് അവർ പോകുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് ഇതായിരിക്കും. അവർക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അവരത് മാറി നല്ല ലെവലിലേക്ക് തന്നെ വരും. ജാസിക്ക് ആദ്യം അനുഭവിച്ച ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ഉണ്ട്. പലരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പലവരും അങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രാൻസ് വുമൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, അവർക്ക് ഫസ്റ്റ് ഒരു അംഗീകാരം വേണ്ടത് അവർ വീട്ടിൽ നിന്നാണ്. വീട്ടുകാരാണ് ഫസ്റ്റ് അംഗീകരിക്കേണ്ടത്. ഈ വീട്ടുകാർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് പല ട്രാൻസ്ജെൻഡേഴ്സും വീട് വിട്ട് അന്യനാട്ടിലൊക്കെ പോയി ഭിക്ഷാടനം ചെയ്യുന്നതും സെക്സ് വർക്ക് ചെയ്യുന്നതും ഒക്കെ. ഈ പെട്ടെന്ന് പിണങ്ങ് ദേഷ്യം വരിക അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരാ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പിണങ്ങ്. ജസ്റ്റ് ഇപ്പോൾ ലൈക്ക് എവിടെയെങ്കിലും പോയി ആശയനെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് വിഷമം വരും. എന്താ അവന് പിന്നെ എന്നോട് പറയാണ്ട് എവിടേക്കെങ്കിലും പോവുക അങ്ങനെയൊക്കെ പറഞ്ഞാല് ദേഷ്യം വരും. കള്ളത്തരം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. കള്ളത്തരം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. കള്ളത്തരം പറഞ്ഞാൽ അറിയാൻ പറ്റും, ഒറ്റയടിക്ക് അറിയാൻ പറ്റും. എന്താണ് ലാസ്റ്റ് അറിഞ്ഞ കള്ളത്തരം പറഞ്ഞത്? ലാസ്റ്റ് കള്ളത്തരം എന്താ, ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് പിടിച്ചത്. ഞാൻ വിളിച്ചില്ല, വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ കൊറേ കഴിഞ്ഞിട്ടാ വന്നത്. ഞാൻ ഉറങ്ങിട്ടാ വന്നത്. പിന്നെ പെട്ടെന്ന് വരാന്ന് പറഞ്ഞു. ഞാൻ ഫുഡൊക്കെ കഴിക്കാണ്ട് ഞാനും കുറെ നേരം നിന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ കിടന്നു. എന്നിട്ട് ആ പ്രശ്നം എങ്ങനെയാ പരിഹരിച്ചേ? ഞാൻ വന്ന് കിടന്നു. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ട് എണീച്ചു. അപ്പൊ പിന്നെ പിണക്കങ്ങളൊക്കെ ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ. അല്ല, ഒറ്റ ദിവസം. അതിൽ കൂടുതൽ പിണക്കം ഉണ്ടാവാറില്ല. ഇനിയിപ്പോ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് അത് പറഞ്ഞ് സംസാരിച്ച് അത് മേക്കപ്പ് ചെയ്ത് ആ ഒറ്റ ദിവസം കൊണ്ട് അത് ഇതാക്കി പോകണം. അല്ലെങ്കിൽ അതെങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയൊരു കാര്യത്തിന് ഉടക്കുണ്ടാക്കി മാറി നിൽക്കുന്നു, ഇപ്പോഴും അടുത്തേക്ക് വരണമെന്ന് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പേഴ്സണലി ഉടക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല, എന്താ പ്രശ്നം എന്നറിയില്ല, എന്താണ് പ്രോബ്ലം എന്നൊന്നും എനിക്കറിയില്ല. അതങ്ങനെ കോണ്ടാക്ട് അങ്ങനെ വലിയ നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. നല്ല തിക് ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ വലിയ കോണ്ടാക്ട് ഇല്ലാണ്ട് അങ്ങനെ പോയി. ഇങ്ങോട്ട് വിളിയില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പോഴും ഇങ്ങനെ ഒരു ഒഴിഞ്ഞ മട്ട് പോലെ. പിന്നെ ഞാൻ ആശി പറഞ്ഞു നീ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. പേര് പറയുന്നുണ്ട്, അവൾക്ക് സങ്കടാവുമെങ്കിൽ വേണ്ട. എന്റെ നല്ല സുഹൃത്താണ്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് മനസ്സിലാവുണ്ടായിരിക്കും. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു 7 years ഉള്ള 7 years അല്ല, ഒരു 7 month-ഓളായിട്ട് 1 year ആയിട്ടുണ്ടാവില്ല. 7 month ആയിട്ട് ഞങ്ങൾ സ്റ്റിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിലും അൺഫോളോ ചെയ്തു. ഞാൻ അങ്ങോട്ട് അൺഫോളോ ചെയ്തു. സ്റ്റിൽ നോ കോണ്ടാക്ട്. എന്തായാലും ഇതിപ്പോ ഈ ഇന്റർവ്യൂ അവരും കാണുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവും. ഓഫ് കോഴ്സ് മനസ്സിലാവും. എന്തായാലും ഈ ഒരു സൗഹൃദം ധൈര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. എനിക്ക് അന്നും ഇന്നും ലൈക്ക് ടൈമില്ല. എല്ലാവരും എനിക്ക് ഒരാൾ തെറ്റിട്ട് അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് അങ്ങനെ ജസ്റ്റ് ഗ്യാപ്പ് എടുത്തന്നെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വന്നു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പഴയ എനിക്ക് എത്ര വലിയ ശത്രുക്കളാണെങ്കിലും എന്നോട് വന്ന് ഇങ്ങോട്ട് സംസാരിച്ച് കുറച്ച് ഓക്കെ ആയി. ഞാൻ പഴയ പോലെ തന്നെ അവരോട് ഓക്കെ ആയി സംസാരിച്ചു പോകും. എന്തായാലും ആ സുഹൃത്തിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തിനാ നമ്മൾ വെറുതെ ഉടക്കുന്നത്? ഈ ഇന്റർവ്യൂ കൂടി ഉടക്ക് മാറണേ എന്നെ വിളിച്ചൊന്ന് പറയണോട്ടാ. എന്തായാലും അങ്ങനെ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. എത്ര നാളെന്ന് നമുക്കൊന്നും ഒരു ഉറപ്പില്ല. എന്തിനാ അങ്ങനെ മാറിയിരിക്കുന്നത്? ഇത്രയും പെട്ടെന്ന് തിരിച്ചു തോന്നണം. ഇനിയിപ്പോ ദുബായിക്ക് എന്നാ ഞാൻ തിരിച്ചു പോകുന്നത്? ദുബായിക്ക് ഞങ്ങള് ഡിസംബറിൽ ഒരു ലാസ്റ്റ് വീക്ക് ആകുമ്പോ പോകും. ശരിക്കും ഈ പ്രേത സങ്കല്പത്തിൽ പേടിയുണ്ടോ? എനിക്ക് പേടിയാ ഭയങ്കര. പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അനുഭവമുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ലൈക്ക് ഫീൽ ചെയ്യായിട്ടുണ്ട്. എങ്ങനെ? അത് ഞാൻ പണ്ട് ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയല്ല, എനിക്ക് തോന്നുന്നു
10th ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ തറവാട്ടിന്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ലൈക്ക് നായകളുടെ ശബ്ദം കേൾക്കുമല്ലോ, കുറെ ദൂരത്തുനിന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിങ്ങനെ എടുത്തേക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറച്ചും കൂടി എടുത്തേക്ക് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോ ജസ്റ്റ് നമ്മൾ ലൈക്ക് തട്ടിയിടില്ലേ, തട്ടിയിട്ട പോലെ എനിക്ക് ഫീൽ ഇങ്ങനെ തട്ടിയിട്ടു. അപ്പൊ എന്നോട് അവിടുത്തെ എല്ലാവരും പറഞ്ഞു അത് പോക്കുവര് വന്നതാ അങ്ങനെ പറയുമല്ലോ. അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, അതിന് മുമ്പേ എനിക്ക് പേടിയുണ്ട്. പക്ഷെ അന്ന് പനിച്ച് ഭയങ്കര സീനായിരുന്നു ഞാൻ. അല്ലെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാ പ്രേതത്തിനെ. അങ്ങനെ പേടിയില്ല. ഒറ്റയ്ക്ക് എനിക്ക് ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്, ബുക്സ് ഒക്കെ വായിച്ച് അങ്ങനെ ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ലൈറ്റ് വേണം റൂമിൽ. ഇതിന് ലൈറ്റ് ഇല്ലാണ്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആശിക്ക് ആകെ പേടിയുള്ളത് പാമ്പിനെ മാത്രം, വേറെ എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പാമ്പ് തൊട്ടടുത്ത് പാമ്പിനെ കാണുമ്പോഴേ ഭയങ്കര ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം പാമ്പിനാണ്. ആണോ? എനിക്ക് പാമ്പിനെ പേടിയൊന്നുമില്ല. പാമ്പിനെ പേടില്ല. നമുക്ക് എന്ത് ആ ഭാരതപ്പുഴയിലൊക്കെ നമ്മൾ കുറെ ഓടി നടന്നിട്ടുള്ളതല്ലേ പാമ്പുകൾ. ഇപ്പൊ ലൈക്ക് ഞങ്ങള് തൊട്ടടുത്താണ് പുഴ. എന്തായാലും വീട്ടുകളിൽ എന്റെ തൊട്ടടുത്ത് വളരെ തൊട്ടടുത്താ. അപ്പൊ നമ്മൾ എന്തായാലും പണ്ടൊക്കെ ഇതേപോലെ വീട്ടിൽ നിന്ന് വിറകൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോവാറുണ്ട് പുഴയിലേക്ക്. അപ്പൊ ആ സമയത്തൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ പുഴയിൽ നീന്താൻ അറിയോ? അറിയാം. അതെങ്ങനെ? അത് ചെറുപ്പം മുതൽ ഉപ്പാന്റെ ഉമ്മാനെ കൂടെ പോയിട്ട് അങ്ങനെ പഠിച്ചതാ. പുഴയില് ഞങ്ങൾ അന്ന് തിരുമ്പുന്നൊക്കെ പുഴയിൽ തന്നെയല്ലേ ഇപ്പോഴും അലക്കുന്നത് കേട്ടോ. ഞങ്ങൾ തിരുമ്പുന്നതാണ് മലപ്പുറത്ത് പറയാം. കാരണം ആ സമയത്ത് ഞങ്ങൾ രാത്രി അലക്കാനുള്ള ഡ്രസ്സ് എല്ലാം കൂടി എടുത്ത് ഞങ്ങൾ പോവും. ഉമ്മ അലക്കും, ഉപ്പ ഞങ്ങളെ നീന്തൽ പഠിപ്പിക്കും. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു പുഴയുടെ ആ ഭാഗത്തുള്ള എല്ലാവർക്കും ഏകദേശം നീന്താനൊക്കെ അറിയുണ്ടാവും. ചെറുപ്പം മുതലേ കളിച്ച് വളരുന്ന സ്ഥലങ്ങളാണല്ലോ. എന്തായാലും നീന്തലൊക്കെ അറിയാം. പെട്ടെന്ന് ഡാം അങ്ങനെ പൊട്ടണേ നമുക്ക് നീന്തി രക്ഷപ്പെടാൻ ഒരാൾ മാത്രമായിട്ട് ഇവിടെ നിൽക്കുമല്ലോ. ഭാഗ്യം, അത് വലിയൊരു കാര്യം തന്നെ. ഈ നമ്മളിപ്പോൾ ഈ ഒരു തിരിച്ചും നമ്മുടെ ഒരു വേറൊരു കാര്യം ചോദിക്കാറുണ്ട്, ഞാനത് വിട്ടുപോയി ചോദിക്കാൻ. ഇപ്പം നമ്മുടെ ഈ ഒരു ജെൻഡർ, ഇപ്പോൾ LGBTQ ഈ ഇപ്പോൾ സംഘടനാപരമായിട്ട് ഇങ്ങനെ പല ഇതൊക്കെ ഉണ്ടെങ്കിലും പലർക്കും ജാസിനോടൊരു എതിർപ്പ് പോലെ കമന്റിലും ഇതിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്നെ ചിലപ്പോൾ എൻ്റെ വളർച്ച കൊണ്ടായിരിക്കാം, എൻ്റെ വളർച്ച കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് അവർക്കൊന്നും കിട്ടാത്ത എന്തോ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു സ്പേസ് എനിക്ക് കിട്ടിയതുകൊണ്ടായിരിക്കാം. പക്ഷെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക് കമ്മ്യൂണിറ്റിയിലുള്ള. ഒത്തിരി നല്ല വെൽവിഷേഴ്സ് ഉണ്ട്, ഒത്തിരി നല്ല ഫ്രണ്ട്സുകളുണ്ട്. നമ്മൾ കണ്ടു തന്നെ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റർ അറ്റാച്ച്മെന്റുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ചിലവർക്കേ ഉള്ളൂ കണ്ണിൽ കടി. അത് അഫ്കോഴ്സ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. നമുക്കൊരു മുന്നേറാനൊരു സംഭവം കിട്ടും. നമുക്ക് നമ്മളൊരു അങ്ങനെ കാരണം ഇപ്പൊ LGBTQ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലരും പല ഇപ്പോഴത്തെ ആ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ഭയങ്കര പ്രശംസനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൽ നിന്നൊക്കെ ചിലവര് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പൊതുവെ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്സ് വർക്കേഴ്സ് ആണ് എന്നുള്ളൊരു ലേബിൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. കാരണം പൊതുവെ ഇപ്പോൾ എന്താണ് ഒരുപാട് നല്ല ലെവലിൽ നല്ല എന്താ പറയുക മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, വീട്ടിലിരുന്ന് തുണി തയ്ച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു കൃഷി ഏറ്റവും നല്ല ഒരു കർഷകർക്കുള്ള ഒരു അവാർഡ് കിട്ടിയ ഒരു ട്രാൻസ് വുമണിന്. അപ്പം അങ്ങനെ ഒരുപാട് നല്ല ലെവലിൽ നന്നായിട്ട് അഡ്വക്കേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് സെക്സ് വർക്കേഴ്സ് അങ്ങനെ ഒരു തോട്ട് കുറേ ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത് ആ ചിന്താഗതി മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്, നന്നായിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർക്ക് നിങ്ങൾ അങ്ങനെ ഒരു നല്ല ജോലി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ കളിയാക്കുമ്പോഴും അല്ലെങ്കിൽ പരസ്യിക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും അല്ലെങ്കിൽ അവർ സെക്സ് വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഉപജീവന മാർഗം ചിലപ്പോൾ ചില ആൾക്കാർക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷനും അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷനും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അഫ്കോഴ്സ് അവർ പോകുന്ന മാർഗം എന്ന് പറയുന്നത് ഇതായിരിക്കും. അവർക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അവരത് മാറി നല്ല ലെവലിലേക്ക് തന്നെ വരും. ഈ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ പരിസരത്തൊക്കെ കാണുന്നത് സെക്സ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും അവരങ്ങനെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സത്യം പറഞ്ഞാൽ ഒരു നമ്മളെ ശരീരം വെക്കുക എന്ന് പറയുന്നത് ലൈക്ക് ഒരിക്കലും ഒരാൾ ഇഷ്ടത്തോടെ ചെയ്യത്തില്ല. അത് അവരെ എന്താ പറയാ പട്ടിണിയുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം. പിന്നെ സർജറി ചെയ്യാൻ കയ്യിൽ കാശ് വേണം, അപ്പോൾ ചില ആൾക്കാർ സെക്സ് വർക്കിന് പോവും അങ്ങനെ. പക്ഷെ പണ്ട് മുതലേ ഇങ്ങനെ ഒരു ആൾക്കാരെ ഒക്കെ
ഇവരൊക്കെ സെക്സ് വർക്കേഴ്സ് ആണ് എന്നുള്ളൊരു തോട്ട് ചിന്താഗതി വന്നു. അതുകൊണ്ട് ഇപ്പൊ ജോലി അതുകൊണ്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയാലും ഒരു ട്രാൻസ് ആണെന്ന് ഐഡന്റിറ്റി ട്രാൻസ് ആണെന്ന് പറഞ്ഞാൽ ജോലി കൊടുക്കാതിരിക്കുക, ഒരു റൂം കിട്ടാണ്ടിരിക്കുക. ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ റൂം എടുക്കണം എന്ന് വിചാരിച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സിന് റൂം കൊടുക്കാത്ത ആൾക്കാരുണ്ട്. കുറെ സംഭവങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ. അതെ അതെ, ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. എന്തിനൊരു വാഷ്റൂം പോലും യൂസ് ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് എനിക്ക് അങ്ങനെ നമുക്ക് ഇപ്പൊ ഈ രീതിയിൽ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ അവരുടെ ഗതികേടും ഉണ്ടാട്ടോ, അവർ ആ ഒരു സെക്സ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരോടും ആ രീതിയിൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെ സംസാരിച്ച് വന്നാലും പലരും ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേരുണ്ട് നമുക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റികളിലെ പലരും നല്ല രീതിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ആര് സംസാരിച്ചാലും എന്ത് മര്യാദയ്ക്ക് സംസാരിച്ചാലും അവസാനം ഈ ഒരു ടോണിലേക്ക്. അതാ പറഞ്ഞത്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞാൽ അവർ സെക്സിന് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് തോട്ട് ആൾക്കാർക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ആ തോട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. ഇനി വരുന്ന ഒരു തലമുറ ആൾക്കാരെ പോലും ആ ഒരു തോട്ട് മാറ്റി വെച്ചിട്ട് അവരെയും നല്ലൊരു ചേർത്ത് നിർത്താവുന്ന രീതിയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്കും ഒരു ട്രാൻസിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടത്, ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്? ഇപ്പൊ ഒത്തിരി നല്ല മാറ്റങ്ങൾ ഉണ്ട് ഓൾറെഡി. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെന്റ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ തൊഴിൽ ആയിട്ട് കൊടുക്കാൻ നന്നായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു എനിക്ക്. അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിന് നല്ല നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരും കുറച്ച് ഉന്നതത്തിലേക്ക് എത്തിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഈ ജെൻഡർ വെളിപ്പെടുത്താത്ത ഇപ്പൊ ജാസിക്ക് ആദ്യം അനുഭവിച്ച ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ഉണ്ട്. പലരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ഡിപ്രഷനായിട്ട്. എന്താ ഞാൻ ഇങ്ങനെയെന്നുള്ള ചിന്തയിൽ. അത് പലവരും അങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ ട്രാൻസ് വുമൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗേ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, അവർക്ക് ഫസ്റ്റ് ഒരു അംഗീകാരം വേണ്ടത് അവർ വീട്ടിൽ നിന്നാണ്. വീട്ടുകാരാണ് ഫസ്റ്റ് അംഗീകരിക്കേണ്ടത്. ഈ വീട്ടുകാർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് പല ട്രാൻസ്ജെൻഡേഴ്സും വീട് വിട്ട് അന്യനാട്ടിലൊക്കെ പോയി ഭിക്ഷാടനം ചെയ്യുന്നതും സെക്സ് വർക്ക് ചെയ്യുന്നതൊക്കെ. ഫസ്റ്റ് ഒരു അംഗീകാരം കിട്ടേണ്ടത് അവരെ വീട്ടിൽ തന്നെയാണ്. വീട്ടുകാർ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ നിന്നിട്ട് നിൽക്കലേ ഉള്ളൂ. പുറത്തേക്ക് പോകേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ലല്ലോ. വീട്ടിൽ നിന്നാണ് സപ്പോർട്ട് വേണ്ടത്. എല്ലാവരുടെയും ചിന്താഗതി തന്നെ മാറേണ്ട ഒരു സമയമാണ്. കാരണം അവർക്കും ജീവിക്കണം, മുമ്പോട്ട് പോകണം. അപ്പം ഇപ്പൊ കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ കുറച്ചുകൂടെ മോഡേൺ സിറ്റികളിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഈ ന്യൂജൻ കുട്ടികളൊക്കെ നന്നായിട്ട് സംസാരിക്കാനും അവരൊക്കെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഇതാക്കാനൊക്കെ ഒറ്റപ്പെടുത്തുന്നില്ല. ഇപ്പൊ അത് ഇന്നത്തെ തലമുറയിലത്തെ ആൾക്കാർ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലായിട്ട് ആളുകൾ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റീനെ തന്നെ വരൂ എന്നുള്ള രീതിയിൽ നമ്മളോട്. പിന്നെ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആൺകുട്ടികൾ മുതിർന്നു വരുന്നുണ്ട്. അതൊക്കെ നല്ല മാറ്റങ്ങളാണ്. ഇപ്പൊ 2-3 ഫ്രണ്ട്സുകളെ കല്യാണം കഴിഞ്ഞു, ഒക്കെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരല്ലേ വന്ന് എല്ലാം കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നല്ല കാര്യം. അതെ, ശരിക്കും ഇപ്പോഴാണ് ഇപ്പൊ എല്ലാവരും ആ ഒരു മാറ്റത്തിലേക്ക് വന്നേക്കുന്നത്. ശരിക്കും ഈ മാറ്റങ്ങളുടെ തുടക്കൂട്ട ആൾക്കാരെ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഞങ്ങള് ഇപ്പോഴും സ്റ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാറ്റങ്ങൾ കാണുമ്പോൾ സന്തോഷം വരാറുണ്ട്. ഈവൻ നമ്മളെ എന്താ പറയുക, കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് നല്ല ലൈഫ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻസ് കിട്ടുമ്പോൾ അതിൽ ഞങ്ങൾ ഒരിക്കലും അസൂയപ്പെടാറില്ല, സന്തോഷിക്കാറേ ഉള്ളൂ. അതെ, ഇപ്പൊ ഈ ഇത് കാണുമ്പോൾ ഇപ്പോൾ നിങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്നെയും ചീത്ത പറയും. ഞാൻ പറയുന്നത് ജീവിച്ചോട്ടെ അല്ലെ, നമ്മൾ ഒരു പിടിച്ചു പറിച്ചു നിന്നല്ലോ, ജോലി ചെയ്ത് ഇഷ്ടപ്പെട്ട രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, അവരവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുമ്പോട്ടുള്ള ലൈഫുകളെല്ലാം അടിപൊളിയാവട്ടെ. എനിക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട്, ജാസു പൊന്നുസഖി പാടി ഹിറ്റാക്കി, അതുപോലെ എനിക്കൊരു പാട്ടും കൂടി പാടി തന്നെ. ഏതാണ് ആശി സെലക്ട് ചെയ്യട്ടെ? ഏതായിരുന്നു? പേഴ്സണലി ആഷിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കവിതയാണ്, സോങ് അല്ല. ഇല്ല, കവിത എഴുതുവോ? ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കവിത, ചിത്രരചന അതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഉപന്യാസ അതിനൊക്കെ കിട്ടും. എനിക്ക് ഇഷ്ടമാണ് എഴുതുന്നത്. ഞാനൊരു ബുക്ക് ഇറക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്റെ കഥ എന്നുള്ളൊരു ബുക്ക് സ്റ്റോറി ആക്കിയിട്ട് ഇറക്കണം എന്നുള്ളത് ഉണ്ട് എനിക്ക്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു പണിപ്പുറയിലാണ് എന്റെ ഒരു ആത്മകഥ. ഇൻസ്പിറേഷൻ ആണ് മറ്റുള്ളവർക്ക്. നല്ലത് ഇറക്കണം, എത്രയും പെട്ടെന്ന് ഇറക്കണം. അതിന്റെ പ്രകാശനത്തിന് എവിടെയാണെങ്കിലും ഞാൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയാലോ? നാളെ പെയ്ത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും വേദിയിൽ നിന്നെ തിരഞ്ഞിറങ്ങും, കൊല്ലപ്പൂ
പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എൻ്റെ ചെല്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ, താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല വേനലും വെയിലും, നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. എത്ര കാലങ്ങളായി ഞാൻ ഈയിടത്തെത്ര പൂക്കാലമെന്നെ തൊടാണ്ടുപോയി, നിന്റെ കൈപ്പട നെഞ്ചിൽ പതിഞ്ഞ നാൾ എൻ്റെ ഉള്ളിൽ പൊടിഞ്ഞു വസന്തം. നാം തനിച്ചിരിക്കാറുള്ളിടത്തിൻ്റെ വീണ പുഷ്പങ്ങളാറിക്കിടക്കവേ, തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു, പൂമരങ്ങൾ പെയ്തു തോരുന്നു, പ്രേമമായിരുന്നെന്നിൽ സഖാവേ. അങ്ങേരപ്പം തന്നെ കൊടുക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ആഷിന് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഞാൻ ആഷിന് ഫസ്റ്റ് ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ആഷിനക്ക് ഞാൻ പാടി കൊടുത്ത ആഷി സഖാവാണ്. ഈ പാട്ടിലാണോ വീണേ? ആഷിക്ക് ഞാൻ പാടി കൊടുത്ത പാട്ടാണിത്. അപ്പൊ ആ പാട്ട് പേഴ്സണലി പാടി വീഴ്ത്തിയ സഖാവിന്റെ സഖി, സഖാവിന്റെ സഖിയാ ഇരിക്കുന്നേ. അതും ഫുട്ബോൾ കളിയിലാണ് അട്രാക്ഷൻ അല്ലേ? എന്തായാലും അടിപൊളി കേട്ടോ. ഇനിയിപ്പോ അല്ല, സിനിമയിലേക്ക് ഓഫറുകൾ സീരിയലും സിനിമയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഷോർട്ട് മൂവി, 2-3 ഷോർട്ട് മൂവി ചെയ്തു, ആൽബങ്ങൾ ചെയ്തു. സിനിമനെക്കാട്ടും കൂടുതൽ എനിക്ക് ഓഫർ വരുന്നത് സീരിയലുകളിലാണ്. ഇപ്പോ സീരിയല് നല്ല ഇപ്പൊ കുറച്ച് വേണ്ട, സിനിമയിൽ ചെയ്തിട്ട് ചെയ്യാന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇതാക്കി നിൽക്കുക. ആഷിക്ക് വരുന്നുണ്ടോ സിനിമയിലൊക്കെ? ആഷിക്ക് മോഡലിംഗിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ചാൻസ് ഒക്കെ. ലൈക്ക് ഇങ്ങനെ ഷൂവിന്റെ ഡ്രസ്സിന്റെ ഹെയറിന്റെ അങ്ങനെയൊക്കെ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. എന്താ അറിയാമോ, ഇങ്ങനെ എന്തായിരിക്കും അല്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്. ബിഗ് ബോസ്. ഈ വരുന്ന ബിഗ് ബോസില് ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മളിങ്ങനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് 2 പേരുടെ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് ഒഫീഷ്യൽ കോൾ ഒന്നും വന്നിട്ടില്ല. കിട്ടുകയാണെങ്കിൽ പോകും. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്നതാണ്, എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഷോ ഞാൻ ഭയങ്കര ഡാൻസ് ഫാനാണ്. കിട്ടി കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഞാൻ എന്തായാലും പോവും. കാരണം അത് ഫെയിമിന് വേണ്ടിയിട്ടല്ല. ഇപ്പം നമുക്ക് ഫെയിമിനാണെങ്കിൽ ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓൾറെഡി നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. എവിടെ പോയാലും ആൾക്കാർ നമ്മൾ അറിയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്, എന്നെ അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ ഇപ്പോൾ പലവരും ഈ ബിഗ് ബോസിൽ പോയി അവിടെ ആക്ട് ചെയ്തതിൽ കുറേ കാലം ദിവസങ്ങൾ നമുക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സ്വയം സ്വഭാവം പുറത്തു വരും. ഇപ്പൊ പോയ ഒരുപാട് പേര് അവര് പുറത്ത് എന്തായിരുന്നോ അതെല്ലാം ഉള്ളില്. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ ഇപ്പോ വിമർശിക്കുന്ന ആൾക്കാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് പോണെന്നേ ഉള്ളൂ. എന്താണ് ജാസി അവിടെ കാണിച്ചത്? അതെ, കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ വ്യക്തിയാണ്. ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും, പിന്നെ സങ്കടം വന്നാൽ ഞാൻ കരയും. എല്ലാവരും ഭയങ്കര സ്നേഹം, അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിയാണ്. ഒരു ഫാമിലി ആളാണ് ഞാൻ. അപ്പോൾ അതൊരു ഫാമിലി പോലെ തന്നെയുള്ള സംഭവമല്ലേ എല്ലാവരും കൂടുന്നത്. അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്റർടൈൻ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. അപ്പൊ നമ്മളെ അറിയാത്തവരും കൂടി നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ള തോന്നലുകൊണ്ടാണ് പോകണമെന്ന് വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും ചെല്ലണം. തീർച്ചയായിട്ടും എന്തായാലും ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുക. എന്തായാലും എനിക്ക് പേഴ്സണലി കേട്ടോ ഈ ഇന്റർവ്യൂ എല്ലാം മാറ്റി വെച്ചാലും എനിക്കൊരു ആഗ്രഹം, എനിക്ക് ഉമ്മയുടെ കാര്യം പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. എന്തായാലും ഉമ്മ നമ്മുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണും. ഇപ്പം നിങ്ങൾ ദുബായിക്ക് പോവുകയാണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ കാണും. ഉമ്മയ്ക്ക് വേണ്ടി, ഉമ്മ ഇത്ര ആക്കിയതിൻ്റെ പുറകിൽ ഉമ്മയുടെ ഒരു ശക്തിയുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ലൈക്ക് ഞാനാക്കിയത് എൻ്റെ ഉമ്മയാണ്. കാരണം എനിക്കൊരുപാട് എൻ്റെ ഉമ്മാനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്കൊരുപാട് വിഷമിക്കുന്ന ഓർമ്മകളാണ് എനിക്ക് കൂടുതൽ വരുന്നത്. കാരണം ആ സമയത്തൊന്നും എൻ്റെ ചേച്ചിമാരെ വിട്ടിട്ട് ആൾക്കാർക്ക് അറിയില്ല എൻ്റെ ഉമ്മ ജോലിക്ക് പോകണമെന്നൊന്നും. അപ്പോൾ അവർ ഫ്രണ്ടിലൂടെ വരുമ്പോൾ എൻ്റെ ഉമ്മ ഇപ്പുറത്തുകൂടെ മതിലൊക്കെ ചാടി കാലൊക്കെ മുട്ടൊക്കെ മുറിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും ഒരു വേദന സഹിച്ചിട്ടാണ് എൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ പഠിപ്പിച്ചതും ഉമ്മയും ഉപ്പയും പഠിപ്പിച്ചതും. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പഠിപ്പിച്ചതും അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് തന്നതൊക്കെ ഉമ്മയാണ്. ഈവൻ ഞാൻ ഒരു ആൺകുട്ടിയിൽ നിന്ന് എൻ്റെ ലൈഫ് മാറുമ്പോൾ ഞാൻ അത് ഫസ്റ്റ് പറഞ്ഞതും എൻ്റെ ഉമ്മയോട് തന്നെയായിരുന്നു.
അപ്പം എൻ്റെ ഉമ്മ കുറേ പറഞ്ഞു, പക്ഷെ എനിക്ക് നീ ഇപ്പോഴും മോൻ തന്നെയാണ്, അത് മാറൂല, നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നോക്കാം, നീ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ മാറും, എൻ്റെ കുട്ടി അങ്ങനെ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് ഉമ്മാൻ്റെ ഒരു സ്നേഹമാണ്. ലൈക്ക് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോകും. അങ്ങനെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന് പറ്റിയിട്ടുണ്ടല്ലോ, ശസ്ത്രക്രിയ ഒക്കെ ഫ്ലോപ്പായി മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു വിഷമമാണ് ഉമ്മാക്ക്. അതൊരു ഉമ്മാൻ്റെ സ്നേഹമാണ് അതിൽ. ഒരു കരുതലാണ് അത്. അതെ അതെ. അപ്പോൾ എന്തായാലും ഉമ്മ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന എന്താ പറയുക, പടച്ചോൻ തന്നേക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ കണ്ടാൽ മതി. കാരണം ജാസിയും അതേപോലെ തന്നെ ഇപ്പോൾ ആശീനയും കിട്ടിയിട്ടുണ്ട്, 2 ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോട്ടെ ലൈഫൊക്കെ. എന്തായാലും ജീവിത അവസാനം വരെ നിങ്ങൾ ഒരുമിച്ചുണ്ടാവും. അത് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങളും പ്രാർത്ഥിക്കും, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ടും ഉണ്ടാവും. എന്തായാലും നമ്മുടെ ഈ ഫ്ലോറിൽ വരാൻ മനസ്സ് കാണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിളിച്ചതിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് സ്റ്റുഡിയോ ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ വേണമെങ്കിലും ഇങ്ങനെ ഒരു നല്ലൊരു ഒരു സ്റ്റുഡിയോ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ്. മൈൻഡ് ഭയങ്കര എല്ലാവരും അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ ഷോയിലേക്ക് വന്നതിന് എന്തായാലും എല്ലാ ഉയരത്തിലേക്ക് എത്തട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.